പത്രങ്ങളിലൂടെയും മറ്റു പല മാധ്യമങ്ങളിലൂടെ ഇതിന്റെ സൊല്യൂഷനായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പല കാര്യങ്ങളും നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കി, പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയില്ല. ഹല്ലേലൂയ, സ്തോത്രം. അത് വന്നു, അത് തന്നെത്താൻ പോയി, ആർക്കും ഓടിക്കാൻ പറ്റിയില്ല. ഇതാ ഇപ്പോൾ വരൾച്ച ആരംഭിച്ചു, ഭയങ്കരമായ കൊടിയ വരൾച്ച, ചൂട്. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇതിനേക്കാൾ വലിയ കാര്യങ്ങളൊക്കെ നടക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ എന്നും ഒരു ഇങ്ങനെയുള്ള ഒന്നിനെയും ഓവർകം ചെയ്യാൻ മനുഷ്യന് സാധിക്കണമെന്നില്ല. സ്തോത്രം. അതിന്റെ കാരണം വേദപുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അന്ത്യകാലമാകുമ്പോൾ ഇതും ഇതിന്റെ അപ്പുറമുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും എന്ന് ബൈബിളിൽ വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. ഇത് ഒരു അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ അവസാനം, അല്ലെങ്കിൽ ദൈവത്തിന്റെ വരവ് ഏറ്റവും അടുത്തായി. നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരും യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിൽ വിശ്വസിക്കുന്നവരാണ്. എത്ര പേർ വിശ്വസിക്കുന്നു കർത്താവ് മടങ്ങി വരുമോ? ആ ഒരു വിശ്വാസമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ബലമെന്ന് പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ഒരു ബലമെന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് ഈ ആരാധനയ്ക്ക് വന്നിരിക്കുന്നത് വെറുതെയല്ല, നമ്മൾ കൈയടിക്കുന്നതും വെറുതെയല്ല, നമ്മൾ ഈ ബൈബിൾ ചുമക്കുന്നത് വെറുതെയല്ല, നമ്മുടെ വിശ്വാസം വെറുതെയല്ല, നമ്മുടെ പ്രത്യാശ വെറുതെയല്ല. നമ്മൾ വിശ്വസിക്കുന്നവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കാത്തൊരു ദൈവമല്ല. അവൻ ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു. മാത്രമല്ല, അവൻ വീണ്ടും വരും. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു കർത്താവ് മടങ്ങി വരും? ഹല്ലേലൂയ. ദിനം പ്രതി നമ്മുടെ ലൈഫിൽ, നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ നമുക്ക് ദൈവം തരുന്ന, നമ്മുടെ അകത്ത് വെളിയിലൊന്നും കാണിക്കുന്നില്ല, പറയുന്നില്ല, പ്രസംഗിക്കുന്നില്ലെങ്കിലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഭക്തൻ അല്ലെങ്കിൽ ആത്മീകന്റെ അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിന്റെ ഒരു ഉറപ്പെന്ന് പറയുന്നത്, എനിക്ക് പ്രത്യാശിക്കാൻ ഒരു വകയുണ്ട്. എന്റെ ദൈവം, എന്റെ കർത്താവ് മേഘാരുടനായി ഒരിക്കൽ വരികയും അവൻ എന്റെ പേര് വിളിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ന് ആ പേര് വിളിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. കരങ്ങളെ അടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. ആത്മീകമായ നമ്മുടെ ഇന്ന് നമ്മൾ കാണിക്കുന്ന, നമ്മൾ ജീവിക്കുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, കർത്താവിന്റെ മടങ്ങി വരവിൽ നമ്മളെ പേര് ചൊല്ലി വിളിക്കും. പ്രൈസ് ദി ലോർഡ്. വലിയ ചെറുപ്പക്കാരായ അല്ലെങ്കിൽ ആദ്യ വിശ്വാസികളായ ആൾക്കാർ, അവരെ സംബന്ധിച്ച് അവർക്ക് ജോലിയിലൊരു പ്രൊമോഷനും ഒരു തലവേദന മാറാനോ, അല്ലെങ്കിൽ അവർക്കൊരു വീട് കിട്ടാനോ കാറ് കിട്ടാനോ, അവരുടെ ഭൗതികമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കൊക്കെ വേണ്ടി വന്നിരിക്കുന്നവർ ഇതിനകത്ത് കാണും. ഭൗതികമായിട്ട് മാത്രം ചിന്തിക്കാൻ താല്പര്യമുള്ള ഒരു കാര്യം, നന്നാവണ്ണം, രക്ഷപ്പെടണം, ദൈവരാ നിത്യതയിൽ എടുക്കണമെന്ന് ഉള്ള കാഴ്ചപ്പാടുള്ളവര് എല്ലാവരും കാണുമെന്ന് എനിക്ക് വിശ്വാസമില്ല. നന്നാവണമെന്നും രക്ഷപ്പെടണമെന്നും താല്പര്യമുള്ളവർ ഒരു ചുരുക്കമായി. ഹല്ലേലൂയ. ബാക്കി എല്ലാം ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട കണക്ഷൻ, ഒരു മുട്ടായി കിട്ടിയാൽ എന്തെങ്കിലും ചോക്ലേറ്റ് കിട്ടാൻ വേണ്ടി വരുന്നവരായിരിക്കാം. ഹല്ലേലൂയ. അവരുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നത്. അങ്ങനെയുള്ളവരെങ്ങനെ തിരിച്ചറിയാം? അവര് അവർക്ക് രസമുള്ള, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ കേൾക്കാൻ താല്പര്യപ്പെടൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർക്ക് വാഗ്ദത്തം മാത്രം കേൾക്കാനേ താല്പര്യപ്പെടൂ. ദൂത് കേൾക്കാൻ മാത്രമേ താല്പര്യം അവർക്കുണ്ടാവൂ. അവരെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് അവരുടെ കുറ്റങ്ങളെ, കുറവുകളെ ഒന്ന് റെഡിയാക്കി, അല്ലെങ്കിൽ അവരുടെ പോരായ്മകളെ കുറിച്ച് നമ്മളൊന്ന് സൂചിപ്പിച്ചാൽ അവരുടെ ഓന്തിനെ പോലെ ഒരു സ്വഭാവം മാറും. ഹല്ലേലൂയ. സഹോദരൻ, അവർക്ക് നന്നാവുന്നത് താല്പര്യമില്ല. അവർ എന്ത് ചെയ്യണം? എങ്ങനെയെങ്കിലും എനിക്ക് അമേരിക്ക പോകണം, UK പോകണം, ഇങ്ങനെയൊക്കെയുള്ള താല്പര്യമുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയുമായി ബന്ധമുള്ളവരാണ്. അവർക്ക് അങ്ങനെയുള്ള പ്രസംഗങ്ങൾ കേട്ടാൽ മതി. അങ്ങനെ കർണരസമുള്ള മെസ്സേജുകൾ കേട്ട് കൈയടിച്ച് തുള്ളിച്ചാടി തിന്നു കൊഴുത്ത് നടക്കാൻ താല്പര്യമുള്ള ആൾക്കാർ. പക്ഷേ മറ്റൊരു കൂട്ടരുണ്ട്, എനിക്ക് ആ നിത്യതയുമായി ഒരു ബന്ധം വേണം. എന്റെ ആരംഭത്തിൽ ഞാനടക്കം വന്നത് പ്രശ്ന പരിഹാരത്തിനാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ വിഷയത്തിന്റെ മറുപടിക്ക് വേണ്ടിയാണ് ഞങ്ങൾ 33 കോടി ദൈവങ്ങൾക്ക് സാധിക്കാത്ത ഞങ്ങളുടെ പ്രശ്നത്തിന്റെ പരിഹാരം തരുമോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ വന്നത്. പക്ഷേ പ്രശ്നത്തിന് പരിഹാരമല്ല തന്നത്, പരിഹാരകനാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പരിഹാരകൻ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോൾ പ്രശ്നം പരിഹരിക്കപ്പെടാതെ തന്നെ വീണ്ടും 8-9 വർഷക്കാലം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ പരിഹാരം തരുന്നവൻ ഞങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ഞങ്ങൾ അനുഭവിച്ച ഈ കടഭാരം എന്ന് പറയുന്ന ആ ഭാരത്തെ പരിശുദ്ധാത്മാവ് അവിടുത്തെ അങ്ങ് മാറ്റി.
ആ ഭാരം എടുത്ത് മാറ്റിയപ്പോൾ പ്രശ്നമുണ്ടെങ്കിലും ഭാരമില്ലാത്തത് കൊണ്ട് പ്രൈസ് ദി ലോർഡ് ഞങ്ങൾക്ക് ആ യേശുവിന്റെ കൂടെ അങ്ങോട്ട് നടക്കാൻ സാധിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു വേണമോ നിങ്ങൾക്ക്, കർത്താവിനെ വേണമോ? എന്നും യേശുവിന്റെ കൂടെ ഇരിക്കാൻ താല്പര്യമുള്ള എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാട്ടുകാരുടെ കൂടെയോ, വീട്ടുകാരുടെ കൂടെയോ, കാമുകന്റെ കൂടെയോ, കാമുകിയുടെ കൂടെയോ, അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ ഫ്രണ്ടിലോ, അല്ലെങ്കിൽ വേറെ ഏതിന്റെങ്കിലും പിറകിലാണോ ഇരിക്കാൻ താല്പര്യം? അതോ നിനക്ക് യേശുവിന്റെ കൂടെ ഇരിക്കാനാണോ താല്പര്യം? ഹല്ലേലൂയ. കർത്താവിന്റെ കൂടെ ഇരിക്കാൻ, നടക്കാൻ, ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. നമ്മൾ പ്രാർത്ഥിച്ച വീട് കിട്ടിയില്ലെങ്കിലും, കാറ് കിട്ടിയില്ലെങ്കിലും, ഇനി ഇതൊന്നും കിട്ടിയില്ലെങ്കിലും നമ്മുടെ അകത്തൊരു സ്വസ്ഥത, അകത്തൊരു സമാധാനം, കിട്ടേണ്ടവനെ കിട്ടുമ്പോൾ, അറിയേണ്ടവനെ അറിയുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അറിയേണ്ടവനെ അറിയുമ്പോൾ, കിട്ടേണ്ടവനെ കിട്ടുമ്പോൾ, ആ ദൈവത്തിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ, ആ യേശു അകത്തോട്ട് വരുമ്പോൾ, എന്തൊക്കെ നഷ്ടങ്ങൾ ഈ ലോകവുമായി ബന്ധപ്പെട്ട് നിന്റെ എന്റെ ജീവിതത്തിൽ വന്നാലും നമ്മൾ പറയും ഇതൊക്കെ നശ്വരമാണെന്ന് എനിക്കറിയാം, ഇതെല്ലാം മായാണെന്ന് എനിക്കറിയാം, ഇത് ഇന്ന് നശിച്ചു പോകും. പക്ഷെ നശിച്ചു പോകാത്ത ഒരു ബന്ധത്തിനകത്ത് ഞാൻ കുടുങ്ങിപ്പോയിരിക്കുകയാണ്. ഹല്ലേലൂയ. ചില ആൾക്കാർ പറയും ഞാൻ ചില ബന്ധങ്ങളിൽ കുടുങ്ങിപ്പോയി, എനിക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നില്ല. എന്നാൽ ഈ ലോകത്തിൽ ഏത് ബന്ധവും നമുക്ക് വേണമെങ്കിൽ നിസ്സാരമായി പുറത്തു വരാൻ സാധിക്കും. എന്നാൽ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് യേശുവായിട്ടൊരു ബന്ധം ഒരിക്കലും അറ്റുപോകരുത്. ഒരറ്റുപോകാത്തൊരു ബന്ധം, അറ്റുപോകാത്ത സ്നേഹം, വിട്ടുപിരിയാത്ത ദൈവ സ്നേഹം, അത് നമുക്ക് തരുന്ന സുഖം, ഒരു ആത്മീക സന്തോഷം, ആ മനസമാധാനം, അത് അനുഭവിച്ചവർക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാകൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള എല്ലാ ബന്ധങ്ങളും നമ്മളെ വിട്ടുപോകും, അതിന്റെ വേദനകൾ നമുക്കുണ്ടാകാം. എന്നാൽ അതൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ മറന്നു പോകും. എന്നാൽ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കരുത് യേശുവുമായിട്ടുള്ള ബന്ധം വിട്ടുപോകാൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഈ ഭൂമിയുമായിട്ടുള്ള ബന്ധത്തിനകത്തല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ഒരുങ്ങേണ്ട ഒരു വിഷയത്തിൽ വന്നിരിക്കുകയാണ്. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത, നമ്മളെ പിടിവിട്ട് നിൽക്കുന്ന മാനവകുലം മുഴുവനും പിടിവിട്ട് നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. എല്ലാവരും തയ്യാറെടുക്കുന്നു, പലരും പറയുന്നു, അല്ലെങ്കിൽ ശാസ്ത്ര ലോകം പോലും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ബൈബിൾ പറയുന്നത് സത്യമാണോ? ഈ യേശുവിന്റെ വരവായോ? കാരണം നോക്കിയപ്പോൾ ബൈബിൾ പറഞ്ഞിരിക്കുന്ന എല്ലാം നടന്നുകൊണ്ടിരിക്കുക. ഈ യുദ്ധം വരെ, യുദ്ധശ്രുതി വരെ എല്ലാം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും അവരുടെ ഉള്ളിലൊരു ഭയമുണ്ട്. ഈ ക്രിസ്ത്യാനികൾ പ്രസംഗിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്ത്യാനികൾ പ്രസംഗിച്ചു, എന്ത് മാരക രോഗങ്ങൾ വരും, അന്ന് ചികിത്സയ്ക്ക് പോകുമ്പോൾ ആ ഡോക്ടർക്ക് പോലും അതേ രോഗമായിരിക്കും. അത് സംഭവിച്ചു. ഹല്ലേലൂയ. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം ഉപദേശിമാർ പ്രസംഗിച്ച വിഷയങ്ങളാണ്. അതെല്ലാം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാ യുദ്ധം വരെ ആയിരിക്കുന്നു. മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ അടുക്കൽ വരെ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ നടുവിൽ നിൽക്കുമ്പോൾ നമ്മളെന്താ, ഒരു ദൈവ പൈതല് എന്താ ചിന്തിക്കേണ്ടത്? ഇതിനകത്ത് 5 ബുദ്ധിയുള്ളവരും 5 ബുദ്ധി കെട്ടവരെ കുറിച്ച് പറയുന്നുണ്ട്. 10 പേരും വിളക്കെടുത്തു. പ്രൈസ് ദി ലോർഡ്. എന്തെടുത്തു? 10 പേരും വിളക്കെടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിളക്കെടുത്തിട്ട് കാര്യമില്ല. വിളക്ക് അകത്ത് തിരിയിട്ട് കത്തുമ്പോഴാണ് വിളക്കാകുന്നത്. ഹല്ലേലൂയ. ഒരു വിളക്ക് നമ്മളൊക്കെ ചെന്ന് വാങ്ങിച്ചു, കടയിൽ നിന്ന് മനോഹരമായി ഇത്ര പൊക്കമുള്ള ഒരു വിളക്ക് വാങ്ങിച്ചു. ഈ വിളക്ക് കൊണ്ടൊന്ന് വീട്ടിൽ വെച്ചിട്ട് വലിയ കാര്യമുണ്ടോ? എന്തിനാണ് ഈ വിളക്ക്? പ്രകാശം തരാൻ. ഹല്ലേലൂയ. ഈ വിളക്കെന്ന് പറയുന്നത് എന്തിനാ? പ്രകാശം തരുന്നതിന് വേണ്ടി നമ്മൾ വാങ്ങിക്കുന്ന ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. വിളക്ക് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിനകത്തുനിന്ന് പ്രകാശം വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഹല്ലേലൂയ. അപ്പൊ പ്രകാശം തരണമെങ്കിൽ എന്തുണ്ടാകണം? അതിനകത്ത് എണ്ണ ഉണ്ടാകണം. ഇന്ന് അനേകർ, വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടൻ എന്ന് പറയുന്നത് പോലെ, ഇന്ന് അനേകർ ക്രിസ്ത്യാനികളാണ്, ബൈബിളും തൂക്കി നടക്കുന്നത്. രാവിലെ ഭാര്യ നിർബന്ധിച്ചിട്ടോ ഭർത്താവ് നിർബന്ധിച്ചിട്ടോ, പിന്നെ ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടോ, ഇന്ന് ഞായറാഴ്ച അല്ലേ എന്ന് പറഞ്ഞതുകൊണ്ടോ, വരവ് കണ്ടാലേ അറിയാൻ ഗുണപ്പെടാത്തവനാണെന്ന്. പ്രൈസ് ദി ലോർഡ്. വരവ് കണ്ടാലേ നെഞ്ചും ഇങ്ങനെ തവള, പിന്നെ മഴ പെയ്യുന്ന സമയത്ത് തവള പാണ്ടിലോറിയുടെ വരുമ്പോഴും തവള കയറി ഇങ്ങനെ ഇരിക്കും. തവളയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാണ്ടിലോറിയല്ല, ഇനി ഏത് കയറിയാലും ലോറിയിലെ ടയർ പോകുന്നതല്ലാതെ എനിക്കൊന്നും സംഭവിക്കില്ല. പക്ഷേ നമുക്കറിയാമല്ലോ കാര്യം, ചെറിയൊരു ശബ്ദം കേൾക്കും.
ഹല്ലേലൂയ. അപ്പൊ ഇതുപോലെ കുറെ തവളകളുണ്ട് എല്ലായിടത്തും വന്ന് ഇങ്ങനെ ഇരിക്കും. അവരെ കാണുമ്പോൾ നമുക്ക് ചിരി, ഉള്ളിൽ ചിരി വരും. അവൻ പൊട്ടാൻ സമയമായി. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളൊക്കെ ഇതിനേക്കാളും വലിയ പെരുക്കിക്കൊണ്ട് നടന്നവരാണ്. ഇതിന്റെ ഈ ഫ്രണ്ടിൽ കൂടെ പെരുക്കിക്കൊണ്ട് നടന്നവരാ. നെഞ്ചൊക്കെ പെരുകി, ഇല്ലാത്ത മസിലെല്ലാം ഉണ്ടെന്ന് കാണിച്ച് ചെണ്ടക്കോര് വരുത്ത കാലുണ്ടെങ്കിലും പ്രൈസ് ദി ലോർഡ് നമ്മൾ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരുണ്ട്. പക്ഷേ നീ പൊട്ടാൻ സമയമായി. പ്രൈസ്, നീ പൊട്ടിയില്ലെങ്കിൽ ദൈവം നിന്നെ പൊട്ടിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊരു വഴിയേ ഉള്ളൂ, കർത്താവിന്റെ സന്നിധിയിൽ സറണ്ടർ ആകണം. പ്രൈസ് ദി ലോർഡ്. നീ ബലം പിടിച്ചത് അകത്തോട്ടെടുത്ത ശ്വാസം തിരിച്ചു വിടാൻ കപ്പാസിറ്റി ഇല്ലാത്ത മനുഷ്യനാണ് നീ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ നീ തിരിച്ചറിയണം, നീ അകത്തോട്ടെടുത്ത ശ്വാസം നീ പുറത്തോട്ട് വിടണമെങ്കിൽ എന്റെ ദൈവത്തിന്റെ കൃപ വേണമെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? പ്രൈസ് ദി ലോർഡ്. നിന്റെ ശ്വാസം, ഹല്ലേലൂയ, നീ അകത്തോട്ട് എടുക്കുന്ന ദൈവത്തിന്റെ കൃപയാണ് തിരിച്ചു വിടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ് കിടക്കമേൽ ഇരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. പ്രൈസ്. അവൻ ആ കാലെടുത്ത് തറയിൽ വെച്ച് നടക്കുന്നതും നിൽക്കുന്നതും ദൈവത്തിന്റെ കൃപയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ ദൈവകൃപ ആസ്വദിക്കുന്നവൻ വിളിച്ചു പറയും, എന്റെ കർത്താവേ, അങ്ങയുടെ കൃപയില്ലെങ്കിൽ ഇതെന്റെ കഴിവല്ല, എന്റെ കർത്താവിന്റെ കൃപയാൽ ഞാൻ നിൽക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ അന്ത്യകാലത്ത് ദൈവജനം, പ്രൈസ് ദി ലോർഡ്, ക്രിസ്ത്യാനി എന്ന പേരുള്ളവനൊന്നും ക്രിസ്ത്യാനി ആകത്തില്ല. കർത്താവിന് അവരെയൊന്നും അറിയത്തില്ല. എനിക്ക് നിന്നെ അറിയില്ല ഏത് ക്രിസ്ത്യാനി, എവിടുത്തെ ക്രിസ്ത്യാനി. പ്രൈസ് ദി ലോർഡ്. നീ ക്രിസ്ത്യാനിയല്ല, നീ എനിക്ക് ആണി അടിക്കാൻ നടക്കുന്നവനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നീ പാരമ്പര്യമായി ക്രിസ്ത്യാനി എന്ന പേരുള്ളത് കൊണ്ട് സ്വർഗത്തിൽ പോകാൻ നീ വിചാരിക്കണ്ട. ഹല്ലേലൂയ. പിന്നെ അപ്പൻ പാസ്റ്റർ ആയതുകൊണ്ടോ, നീ പള്ളി വെച്ചത് കൊടുത്തത് കൊണ്ടോ, നീ പിന്നെ ഒരു 10 കസേര വാങ്ങിച്ചെടുത്തത് കൊണ്ടോ, നീ ദശാംശം കൊടുത്തത് കൊണ്ടോ, സ്തോത്ര കാഴ്ച കൊടുത്തത് കൊണ്ടോ, പ്രൈസ്, ഇതൊന്നും നമ്മളെ നിത്യതയിൽ കൊണ്ടുപോകത്തില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. ഏത് കുടുംബത്തിൽ ജനിച്ചോ, ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചോ, മാർത്തോമയിൽ ജനിച്ചോ, CSAയിൽ ജനിച്ചോ, കത്തോലിക്കയിൽ ജനിച്ചോ, മാർത്തോമയിൽ ജനിച്ചോ, ഇതൊക്കെ ഇവിടെ ഉള്ളവർക്ക് അറിയാവോ? കർത്താവ് പറയും, ഇതൊന്നും എനിക്കറിയത്തില്ല. ഏത് കത്തോലിക്ക, എന്ത് CSA, എന്ത് പെന്തക്കോസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നിന്നെ അറിയണമെങ്കിൽ ആദ്യം നീ അവനെ അറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാനവരാശിയുടെ രക്ഷയ്ക്കായി കടന്നു വന്ന യേശുവിനെ തിരിച്ചറിയാൻ തക്കവണ്ണം സുബോധമുള്ളവരായി നമ്മൾ മാറണം. ആ കർത്താവിനെ നീ തിരിച്ചറിയണം. നിന്നെ നടത്തുന്നവനെ അറിയുന്നവനാണ് ദൈവികമായ പ്രൊട്ടക്ഷൻ കിട്ടാൻ പോകുന്നത്. നീ അനുഗ്രഹം അനുഭവിക്കണമെങ്കിൽ നിന്നെ അനുഗ്രഹിക്കുന്നവൻ ആരെന്ന തിരിച്ചറിവിൽ നീ ജീവിക്കണം. നിന്നെ വിളിച്ചവൻ ആരാണ്, നിന്നെ അനുഗ്രഹിക്കുന്നവൻ ആരാണ്, നിന്നെ നടത്തുന്നവൻ ആരാണെന്ന് വ്യക്തമായ ബോധവും വെളിപാടും നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ ചുമ്മാ നിന്ന് കൊടുത്താൽ മതി. ആ ബ്ലെസ്സിങ് നമ്മുടെ മേലേക്ക് ഇറങ്ങി വരാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഒരിക്കലും നമ്മൾ രക്ഷിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ രക്ഷയുടെ അനുഭവം വരുന്നില്ല, സന്തോഷം വരുന്നില്ല, നിത്യതയിൽ പോകുന്നില്ല. ഹല്ലേലൂയ. പലരും ക്രിസ്ത്യാനി പിന്നെ ഒരു ചർച്ചിൽ വരുന്നത്, ചർച്ചിൽ വന്ന ഉടനെ അവർ ചോദിക്കും, പിന്നെ ഞങ്ങൾ വേറൊരു സ്ഥലത്തായിരുന്നു, അവിടെ കല്ലറയില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ചില ആൾക്കാർ വന്ന ഉടനെ ചോദിക്കുന്ന, പക്ഷേ വന്നതൊക്കെ ഞങ്ങൾ വന്നത് അവിടെ വേറൊരു പള്ളിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്, പക്ഷെ അവിടെ കല്ലറയില്ല. മരിക്കാൻ വരുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോഴേ പാവം, ഞങ്ങൾ അടക്ക ശുശ്രൂഷയ്ക്കുള്ള പണ്ടത്തെ ആൾക്കാരുടെ പേര് ഞാൻ പറയുന്നില്ല, അവരുടെ ജോലിക്കാരല്ല ഞങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾ അടക്ക ശുശ്രൂഷ ചെയ്യാൻ ഇവിടെ ഇരിക്കുന്നവരല്ല. ഹല്ലേലൂയ. ചിലവർ വന്ന് പറയും, അവിടെ കല്യാണത്തിന് വേണ്ടി വരണം കുറെ മാനസിക രോഗികൾ, കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ. അവിടെ എല്ലാം കറങ്ങിയിട്ട് അവരാരും കെട്ടിച്ചു കൊടുക്കാത്തതുകൊണ്ട്, ഇവരെ സ്വഭാവം അനുസരിച്ച് കെട്ടിച്ചു കൊടുത്താൽ രണ്ടിൻ്റെ അന്ന് കാര്യമൊന്നും അറിയാത്തതുകൊണ്ട് അവരാരും കെട്ടിച്ചു കൊടുക്കൂല. അവസാനം ഇവിടെ വരും. പ്രൈസ് ദി ലോർഡ്. കല്യാണം നടത്താൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇതിനൊന്നും അല്ല ഈ സഭ. ഈ സഭ എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. ഇത് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഒരു മണവാളൻ വരും. ഈ മണവാളന് വേണ്ടി പെണ്ണ് റെഡിയാകണം. മനസ്സിലായോ? ഒരു മണവാളൻ വരും. ആ മണവാളന് വേണ്ടി ഒരുക്കപ്പെട്ട ആ മണവാളന്റെ കൂടെ ജീവിക്കാനുള്ള കന്യകമാരെ തെരഞ്ഞെടുക്കുന്ന
പ്രൈസ് ദി ലോർഡ്. നിത്യമായി ജീവിക്കാൻ വേണ്ടി കന്യകമാരെ തിരഞ്ഞെടുക്കുന്ന ഒരു വലിയ ശുശ്രൂഷ അവിടെ നടക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലാതെ നിന്നെ മരിച്ചടക്കാനല്ല ഈ ശുശ്രൂഷ, നിന്റെ കല്യാണം നടത്താനല്ല, നിന്റെ വീട്ടിലെ ഗൃഹപ്രവേശനം നടത്താനല്ല, പാലുകാഴ്ച നടത്താനല്ല, പ്രൈസ് കല്ലിടാനല്ല ഞങ്ങളെ ദൈവം വിളിച്ചത്. പ്രൈസ് ഇങ്ങനെയൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന കുറെ ഭാഷന്മാര് കാണും. പക്ഷേ ഇതിനകത്ത് ഞങ്ങളുടെ ദർശനം എന്ന് പറഞ്ഞത് ഇത് എല്ലാത്തിനേക്കാൾ ഉപരി. ഇതൊക്കെ ഒരു സഭയിൽ വരുമ്പോൾ ആ കന്യകമാർക്ക് വേണ്ടി പലതും നമ്മൾ ചെയ്യും. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ഇതിന്റെ ഒരു അന്തസത്ത എന്ന് പറയുന്നത്, നീ ഒരു കന്യകയായി കർത്താവിന്റെ വരവിന് വേണ്ടി നിന്നെ ഒരുക്കി. പ്രൈസ് ദി ലോർഡ്. നിന്റെ ലൈഫിലെ കുറവുകളെ തീർത്ത് യേശുവിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെട്ട, തന്നെത്താൻ ഒരുക്കപ്പെടുന്ന, ദൈവശബ്ദം കേൾക്കുന്ന, നല്ല ചെവിയുള്ള, നല്ല മനസ്സുള്ള, ദൈവത്തിന്റെ കൂടെ ജീവിപ്പാൻ താല്പര്യമുള്ള ചിലരെ ഒരുക്കുന്നതാ ഈ സഭയുടെ, ചർച്ചിന്റെ പദ്ധതി എന്ന് പറയുന്നത്. എന്താണ് സഭയെന്ന് പറയുന്നത് പോലും അറിയത്തില്ല ആൾക്കാർ. പലരുടെയും വിചാരിച്ചിരിക്കുന്നത് എന്താണ്? ശവമടക്കുന്ന ശുശ്രൂഷ നടത്തുന്ന സ്ഥലം. ഹല്ലേലൂയ. നിന്റെ തലവേദന മാറ്റുന്ന സ്ഥലം. പ്രൈസ് ദി ലോർഡ്. നിന്റെ കല്യാണം നടത്തുന്ന സ്ഥലം, നിന്റെ വീടിന്റെ പാലുകാഴ്ച നടത്തുന്ന ആൾക്കാർ, കല്ലിടുന്ന ആൾക്കാർ, കുഞ്ഞുങ്ങളുണ്ടായ അവരെ മാമോദീസ മുക്കുന്ന സ്ഥലം. പ്രൈസ്. ഇതിനൊന്നും അല്ല ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഞങ്ങളുടെ വിളി ഹല്ലേലൂയ കന്യകയായ ഒരു മണവാട്ടി സഭയെ റെഡിയാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതാ നിങ്ങളുടെയും വിളി, അതാ നിന്റെയും വിളി. എന്താ? നീ ഒരുങ്ങണം. പ്രൈസ് ദി ലോർഡ്. നീ ക്രിസ്ത്യാനിയായിട്ട് ഇരുന്നാൽ മാത്രം പോരാ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽ നീ മരിക്കാനല്ല ഈ സഭയിൽ വന്നത്, നീ നിത്യമായി ജീവിക്കാനാ. മരിക്കാനല്ല ദൈവം നിന്നെ ഇതിനകത്ത് കൊണ്ടുവന്നത്. ഇന്ന് വന്ന് നാളെ മരിച്ച് അടക്ക ശുശ്രൂഷ കിട്ടാനല്ല. ഒരിക്കലും മരണമില്ലാത്ത ഒരു രാജ്യത്തിലേക്ക്, നിത്യമായ ജീവിതത്തിലോട്ട് ഇന്ന് പകൽ ജീവിക്കാൻ താല്പര്യമുള്ള എത്ര പേരുണ്ട്? നിത്യജീവന് വേണ്ടി താല്പര്യമുള്ള എത്ര പേർ ഇതിനകത്തുണ്ട്? മരിക്കാനല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ നിത്യജീവൻ പകരുവാൻ ജീവനുള്ളവരുടെ ഒരു കൂട്ടം, ഒരു വലിയ സാക്ഷികളുടെ ഒരു സമൂഹം, പ്രൈസ് ദി ലോർഡ്, വിശുദ്ധന്മാരുടെ ഒരു കൂട്ടം, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവരുടെ ഒരു കൂട്ടമാണ് ദൈവസഭ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതിനു വേണ്ടി നീ നിന്നെ തന്നെ ഒരുങ്ങാൻ വേണ്ടി പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുത്തി കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. വേണ്ടി ഏറ്റവും ഒരുങ്ങാൻ നമ്മളെ കൊണ്ട് നടക്കത്തില്ല, നമ്മളെ കൊണ്ട് നന്നാകാൻ പറ്റത്തില്ല. നമ്മൾ എത്ര വിചാരിച്ചാലും നമ്മൾ നന്നാകാൻ പറ്റത്തില്ല. അതിനു വേണ്ടി കർത്താവ് പറഞ്ഞത്, നിന്നെ സത്യത്തിലും ആത്മാവിൽ നടത്താൻ വേണ്ടി പരിശുദ്ധാത്മാവിനെ ഞാൻ നിന്റെ മേൽ പകരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ആ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരണം. അതുകൊണ്ട് 5 കന്യകമാർ വിളക്കെടുത്തു. പക്ഷെ ബുദ്ധിയുള്ള കന്യകമാർ വിളക്ക് മാത്രമല്ല എടുത്തത്, അതിന്റെ കൂടെ എണ്ണയും എടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ കൂടെ എണ്ണയും എടുത്തു. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുമ്പോൾ നീ ഒരു ക്രിസ്ത്യാനിയായി ഇതിനകത്ത് രോഗം മാറാനും ഭാരം മാറാനും അല്ല നീ വന്നിരിക്കേണ്ടത്. നീ പറയണം, ഈ മരണം വരെ ഈ ലോകത്തായിരിക്കുമ്പോൾ ഈ രോഗവും കഷ്ടവും എല്ലാം ഉണ്ടാകും, പക്ഷേ അത് മാറി മാറി വരാം. എന്നാൽ എന്നൊരു മാറ്റവും ഇല്ലാത്ത രീതിയിൽ എന്റെ അകത്തെ മനുഷ്യന് വേണ്ടിയുള്ളത് ഞാൻ കരുതാൻ പോവുകയാണ്. അത് ഒരു എണ്ണയാണ്, ആ അഭിഷേകമാണ്. അത് നിറഞ്ഞ് കവിഞ്ഞൊഴുകണം. അതിന് കുറവുണ്ടാകരുത്, ആ എണ്ണ കുറഞ്ഞു പോകരുത്. ഇന്ന് അഭിഷേകമില്ലാത്തവർ കരങ്ങളെ ചേർത്തടിച്ച്, എന്റെ കർത്താവേ, ഞാൻ ഇന്ന് രാത്രി അല്ലെങ്കിൽ ഇപ്പോൾ എന്റെ ദൈവം ഇറങ്ങി വന്നാൽ ആ പേര് വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്റെ പേര് കാണപ്പെടേണ്ടതിന് പരിശുദ്ധാത്മാവിനെ എന്റെ മേൽ പകരണമേ. ഹല്ലേലൂയ. ഒരുക്കമുള്ളവർ, മരിക്കാനല്ല വന്നത്, ജീവിക്കാൻ വന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഈ ഭൂമി കൊണ്ട് അവസാനിക്കുന്ന മരിക്കാൻ വേണ്ടി വന്നവനാണ് നീ എങ്കിൽ നീ അവിടെ മയിൽക്കുറ്റി പോലെ ഇരിക്കണം. എന്നാൽ നീ ജീവിക്കാൻ വന്നവനാണെങ്കിൽ, ഒരു വലിയ വിളി നിന്റെ അകത്തുണ്ടെങ്കിൽ, ഇന്ന് പകൽ നിന്റെ അകത്ത് ഒരു അഭിഷേകം, പരിശുദ്ധാത്മാവ് നിത്യമായി ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ട നിന്റെ അകത്ത് ഈ പോലെ കത്തുവാ. ഒരു അഭിഷേകത്തിന്റെ പകർച്ച.
ഹല്ലേലൂയ. ഒരു ദാഹമുള്ള ഒരു കൂട്ടം ജനം ഇതിനകത്തുനിന്ന് എഴുന്നേൽക്കാം. ഹല്ലേലൂയ. ഉണ്ടെങ്കിൽ മരിച്ചിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ വീണ്ടും ജനിച്ചവന്റെ മേൽ ഒരു വാഗ്ദത്തമുണ്ട്. ഹല്ലേലൂയ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും നീ ചവിട്ടും. ഇവയൊന്നും ഒരു ദോഷവും നിനക്ക് ചെയ്യുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ പാമ്പിനെ കൈകൊണ്ട് പിടിക്കും. മരണകരമായി യാതൊന്ന് കുടിച്ചാലും നിനക്ക് ഹാനി വരികയില്ല. ഒരു രോഗം നിന്നെ തൊടുകയില്ല. ഒരു ശാപം നിന്നെ തൊടുകയില്ല. ഒരു മരണം നിന്നെ തൊടുകയില്ല. നീ വീണ്ടും ജനിച്ചവനാണ്. നീ ജനിച്ചത് ഈ ലോകത്തിന്റെ പിതാവിന്റെ സീഡിലല്ല. നശിച്ചു പോകാത്ത, ഒരിക്കലും മരണമില്ലാത്തവൻ, മരണത്തെ ജയിച്ചവൻ, മരണത്തെ ജയിച്ചവന്റെ മക്കളാണ്. ഓ, മരിച്ചവന്റെ മക്കളല്ല, മരണത്തെ ജയിച്ചവന്റെ ഒരു തലമുറ. മരിച്ചവന്റെ തലമുറയല്ല, മരണത്തെ ജയിച്ചവന്റെ തലമുറ, ജയത്തിന്റെ തലമുറ, ജയാളികൾ. ഞാനൊരു ജയാളിയാണ്. ഞാൻ ജയിച്ചവന്റെ കൂട്ടത്തിലാണ്. ഞാൻ ജയിച്ചത് എന്തിനാണെന്നറിയാമോ? മരിച്ച മരണത്തെ ഞാൻ ജയിച്ചു. മരണത്തെ ഞാൻ ജയിച്ചു. രോഗത്തെ ഞാൻ ജയിച്ചു. പൈശാചിക മണ്ഡലങ്ങളെ ഞാൻ ജയിച്ചു. ഓ, ലോകത്തിലുള്ള സകല ദുഷ്ടാത്മ ശക്തികളെ ഞാൻ ജയിച്ചവനാണ്. ഇവയൊന്നും നിനക്കൊരു ഹാനി വരുത്തുകയില്ല, ഒരു ദോഷം വരികയില്ല. വിശ്വസിക്കുന്നവർ, 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 വിശ്വസിക്കുന്നവർ കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ദാരിദ്ര്യത്തെ ഞാൻ ജയിച്ചിരിക്കുന്നു. മരണത്തെ ഞാൻ ജയിച്ചിരിക്കുന്നു. കടഭാരത്തെ ജയിച്ചിരിക്കുന്നു. രോഗത്തെ ഞാൻ ജയിച്ചിരിക്കുന്നു. യെസ്, പറഞ്ഞാട്ടെ. ഞാൻ രോഗത്തെ ജയിച്ചു. ഞാൻ മരണത്തെ ജയിച്ചു. യെസ്, ഞാൻ പരാജയത്തെ ജയിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റുള്ളവരെല്ലാം പിറകിയിട്ടപ്പോൾ ഒന്നും അതിനകത്തൊന്നും ചാടിയില്ല. പക്ഷേ അകത്ത് തീയുള്ളവൻ വിറകെടുത്തപ്പോൾ ആ തീയുടെ ചൂട് സഹിക്കാതെ അകത്തളങ്ങൾ ഒതുങ്ങിയിരുന്ന ചിലർ ചാടി. ഹല്ലേലൂയ. എല്ലാ ക്രിസ്ത്യാനികളും ബൈബിൾ എടുത്തുകൊണ്ട് നടന്നാൽ പിശാചിനെ കണ്ട ഒരു പേടിയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ നാമധേയ ക്രിസ്ത്യാനിയാണെങ്കിൽ നിന്നെ ഒരു പിശാചും ഒന്നും ചെയ്യാനും പോണില്ല. നിനക്കൊരു പോരവുമില്ല, പോരാട്ടവുമില്ല, വിഷയവുമില്ല. ഹല്ലേലൂയ. നിന്നെ ആർക്കും ഭയവുമില്ല. ഹല്ലേലൂയ. എന്നാൽ അകത്ത് തീയുള്ളവനെ കണ്ടു കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് ചിലതൊക്കെ ഇളകും. പരീശന്മാര് പ്രസംഗിച്ചിട്ടൊരു ഭൂതം ഇളകിയില്ല. സദൂക്യന്മാര് പ്രസംഗിച്ചിട്ടൊരു ഭൂതം ഇളകിയില്ല. എന്നാൽ അഭിഷേകമുള്ളവൻ ആലയത്തിനകത്ത് കയറി വേദപുസ്തകമെടുത്ത് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അകത്തളങ്ങളിൽ ഒതുങ്ങിയിരുന്ന പൈശാചിക മണ്ഡലങ്ങൾ അത് ഇളകി വന്നതുപോലെ ദൈവാത്മാവ് പറയാണ്,
അഭിഷേകമുള്ളവനാണോ നീ? നീ ചരിത്രങ്ങളെ സൃഷ്ടിക്കാൻ പോയ. Oh, Jesus! Fire! Oh, yes, 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 yes. Yes. Receive the fire. Anointing. Yes. വീണ്ടും ജനിച്ചവന്റെ പ്രത്യേകത അവൻ ജയാളിയാ. ഈ സഭയില് നമ്മുടെ സുഗുണം ബ്രദറിന്റെ മോള് നയന എന്ന് പറയുന്ന പെൺകുട്ടി, അവള് വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് നീർക്കോലിയെ കണ്ട ഓടി രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ ഈ സഭയിൽ വന്ന് രക്ഷിക്കപ്പെട്ട അഭിഷേകം പ്രാപിച്ച ആ പെൺകുട്ടി അവളുടെ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് മൊബൈൽ ഫോണിലൂടെ ആരോടെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ അവളുടെ ഫ്രണ്ടിൽ ഒരു സർപ്പം, മൂർഖൻ പാമ്പ് പത്തി വിടർത്തി നിൽക്കുന്നു. ഓടി രക്ഷപ്പെടാൻ പറ്റത്തില്ല, ഫ്രണ്ടിലായി പോയി. തിരിഞ്ഞാൽ കൊത്തും, ബാക്കിലോട്ട് ഓടിയാൽ കൊത്തും. പക്ഷേ അവളുടെ അകത്ത്, രക്ഷിക്കപ്പെട്ട അവളുടെ അകത്ത് പരിശുദ്ധാത്മാവളോട് പറഞ്ഞു ആ പാമ്പിനെ നോക്കി അന്യഭാഷ പറയാൻ. ഹല്ലേലൂയ. നടന്ന സംഭവം ഇവിടെ. ഹല്ലേലൂയ. അവൾ ആ പാമ്പിനെ നോക്കി അന്യഭാഷ പറഞ്ഞപ്പോൾ പാമ്പ് നിന്നടുത്തുനിന്ന് അനങ്ങുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞ് ഇവള് ആ പാമ്പിനൊരു കമ്പ് കൊണ്ട് തട്ടിയപ്പോൾ വായിക്കകത്ത് നിന്ന് ബ്ലഡ് വന്ന് അത് ചത്തവിടെ കിടക്കുകയാണ്. ഹല്ലേലൂയ. വചനത്തിന് ശക്തിയുണ്ട്, വിശ്വാസത്തിന് ശക്തിയുണ്ട്, വീണ്ടും ജനിച്ചവന് ശക്തിയുണ്ട്, വീണ്ടും ജനിച്ചവന് ശക്തിയുണ്ട്. രക്ഷിക്കപ്പെട്ടവന് പവർ വേറെയാണ്, സ്നാനപ്പെട്ടവന്റെ അധികാരം വേറെയാണ്, അന്യഭാഷ പറയുന്നവന്റെ അധികാരം വേറെയാണ്, ആരാധിക്കുന്നവന്റെ അധികാരം വേറെയാണ്. അവൻ ആത്മാവാണ്. ആത്മമണ്ഡലത്തിനകത്ത് ജീവിക്കുന്നവൻ നീ പോലും അറിയാതെ നിന്റെ ആത്മമണ്ഡലം മാറിയിരിക്കുക. നിന്നെ നടത്തുന്ന ആള് വേറെ ആളാണ്. അത് ലോകത്തിന്റെ മന്ത്രിമാരല്ല നിന്നെ നടത്തുന്നത്, ഗവൺമെന്റ് അല്ല നിന്നെ നടത്തുന്നത്, സ്വർഗീയ ഗവൺമെന്റ്. ജയാളിയായ ക്രിസ്തു നിന്നെ നടത്തുകയാണ്. സ്തോത്രം. അഭിഷേകമുള്ളവനെ പുതിയ കയറ് കൊണ്ടുവന്ന് അവന്റെ ബന്ധുക്കളെല്ലാം കൂടെ കെട്ടിക്കളഞ്ഞു. വേറെ നാട്ടുകാരല്ല കെട്ടിയത്, ബന്ധുക്കൾ കെട്ടിക്കളഞ്ഞു. ഒരു ദ്രോഹവും ചെയ്തില്ല, ബന്ധുക്കൾക്ക് നന്മയാ ചെയ്തത്. പക്ഷെ ബന്ധുക്കൾ രാവിലെ വന്നിട്ട് പറഞ്ഞു നിന്നെ കെട്ടി ശത്രുവിന്റെ കയ്യിൽ കൊടുക്കാൻ. അവൻ പറഞ്ഞു കെട്ടിക്കോ. ഹല്ലേലൂയ. നിങ്ങളിൽ ഇല്ലാത്ത ഒന്ന് എന്റെ അകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. നാട്ടുകാർ കെട്ടിക്കോട്ടെ, ബന്ധുക്കൾ കെട്ടിക്കോട്ടെ, കൂട്ടുകാർ കെട്ടിക്കോട്ടെ, ആര് കെട്ടിയാലും വീണ്ടും ജനിച്ചവന് വിഷയമല്ല, അഭിഷേകമുള്ളവനൊരു വിഷയമല്ല. ആത്മനിറവുള്ളവൻ ആത്മാവിൽ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുമ്പോൾ ഇന്ന് പകൽ ഏത് കെട്ടും പൊട്ടും. കാരണം നിന്നെ കെട്ടാൻ ഒരുത്തന് മാത്രമേ സാധിക്കൂ. പരിശുദ്ധാത്മാവിനുള്ള ബന്ധനമല്ലാതെ വീണ്ടും ജനിച്ചവനെ ബന്ധിക്കാൻ ഈ ലോകത്തൊരു ബന്ധനമില്ല. സകല ബന്ധനങ്ങളെയും ചണനൂല് പോലെ കത്തിച്ചു കളയുന്ന ഒരു ആത്മശക്തി വീണ്ടും ജനിച്ചവന്റെ മേലുണ്ട്. അതുകൊണ്ട് ദൈവമേ, ഇന്ന് പകൽ ഇതിനകത്തിരിക്കുമ്പോൾ നീ പ്രാർത്ഥിക്കേണ്ടത് ഈ അഭിഷേകം പോരാ, ഈ കൃപ പോരാ, ഈ തീ പോരാ. ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി എന്റെ മേൽ പകരുന്ന ഒരു അഭിഷേകം. Hallelujah, Jesus. Hallelujah. Praise the Lord. ഇതിനാ ദൈവം നമ്മളെ വിളിച്ചത്.
ജയാളികളായി അന്തസ്സോടെ തല ഉയർത്തി നടക്കാൻ. പ്രൈസ് ദി ലോർഡ്. പിശാചിന്റെ മുമ്പിൽ തല കുനിക്കാത്ത ഒരു കൂട്ടം പേര്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാരിദ്ര്യത്തിന്റെ മുകളിലൂടെ ചവിട്ടി നടക്കുന്ന ഒരു കൂട്ടം പേര്, ശാപത്തിനെ ചവിട്ടിക്കളയുന്ന ഒരു കൂട്ടം പേര്, മരണത്തെ നോക്കി പല്ലിടിച്ച് ചിരിച്ചുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ജയാളികളായി തല ഉയർത്തി നിൽക്കുന്ന ഒരു കൂട്ടം പേര്. കൊറോണയല്ല, വരൾച്ചയല്ല, ഈ ലോകത്തിൽ സുനാമിയല്ല, ഭൂചലനം ഭൂകമ്പം ഉണ്ടായാലും അതിനെ നോക്കി പുഞ്ചിരിയോടെ എന്റെ ശരീരത്തെ നിനക്ക് നശിപ്പിക്കാൻ പറ്റും, എന്നാൽ എന്റെ ആത്മാവിനെ നിനക്ക് തൊടാൻ സാധിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ജയാളിയാണ്. എനിക്ക് മരണമില്ല, എനിക്ക് തകർച്ചയില്ല, എനിക്ക് ദ്രവത്വമില്ല. അദ്രവത്വം, പ്രൈസ് ദി ലോർഡ്, ദ്രവിക്കാത്ത നശിക്കാത്ത ഒരു ആത്മ മനുഷ്യൻ എന്റെ അകത്തുണ്ട്. എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല, കാരണം എനിക്ക് നാശമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ്ട് നിങ്ങൾ അടുത്തിരിക്കുന്നവര് പറ, സാധാരണ വ്യക്തിയല്ല കേട്ടോ. നിന്നെ കാണുന്നവർക്കും നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും നിന്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും നീ അവരുടെ മക്കളും, നീ അവരുടെ ഭർത്താവും ഭാര്യയും മക്കളും ഒക്കെ ആയിരിക്കാം. പക്ഷെ നിന്നെ ആത്മലോകം കാണുന്നത് ഒരു ആത്മ മനുഷ്യനായിട്ടാണ്, ഒരു തേജസ്സുള്ളവനായിട്ടാണ്, ഒരു ജയാളിയായിട്ടാണ്. നിന്നെ യേശു വിളിച്ചിരിക്കുന്നത് ഒരു ജയാളിയായിട്ടാണ്. ലോകം നിന്നെ പരാജയപ്പെട്ടവനെന്ന് പറയും, പക്ഷെ വീണ്ടെടുക്കപ്പെട്ടവനായ നീ ജയാളിയാണ്. വീണ്ടെടുക്കപ്പെട്ട നീ ജയാളിയാണ്. ലോകം നിന്നെ നോക്കി പറയും നീ പരാജയപ്പെട്ടവൻ, നീ മന്ദബുദ്ധിയാണെന്ന് പറയും. നീ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത് കൊണ്ട്, യേശുവിന് വേണ്ടി നീ ജോലി കളഞ്ഞത് കൊണ്ട്, നീ യേശുവിന് വേണ്ടി സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത് കൊണ്ട് ലോകം പറയും നീ പരാജയപ്പെട്ടവൻ, എന്നാൽ സ്വർഗം പറയും നീ ജയാളിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ ജയാളികളാണ് കേട്ടോ. അടുത്തിരിക്കുന്ന കരം കൊണ്ട് പിടിച്ച് കുലുക്കി പറ, നീ ജയാളിയാണ്, നീ ജയാളിയാണ്, നീ ജയിച്ചവനാണ്, നീ ജയിച്ചവനാണ്. നീ പരാജയപ്പെട്ടവനല്ല, നീ ഒരു പരാജയമല്ല, നീ തകർന്നവനല്ല, നീ ശപിക്കപ്പെട്ടവനല്ല, നീ മരിക്കേണ്ടവനല്ല, നീ രോഗിയല്ല. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ I declare and decree the name of Jesus. ഞാനും നീയും ജയാളികൾ. The power, the fire, ജയാളികളുടെ ഒരു കൂട്ടം, ജയാളികളുടെ ഒരു കൂട്ടം, ജയിക്കുന്ന ഒരു കൂട്ടം, തോൽക്കാത്തൊരു തലമുറ, ജയിക്കുന്ന ഒരു തലമുറ. ഭൂമിയിൽ മാത്രമല്ല ആകാശമണ്ഡലങ്ങളിലൂടെ ഞാനും നീയും നക്ഷത്രങ്ങളെ പോലെ യേശുവിന്റെ വരവിൽ എടുക്കപ്പെടുമ്പോൾ സകല മനുഷ്യരും കണ്ടവരെയും ഇവൻ പരാജയപ്പെട്ടവനല്ല, ഇവൻ ജയാളിയായിരുന്നു, ഇവൻ ദൈവത്തിന്റെ പുത്രനായിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യേശുക്രിസ്തു ക്രൂശിൽ കടന്ന് മരിച്ചപ്പോൾ പ്രൈസ് ദി ലോർഡ് ഭൂമി കിടുങ്ങി വിറച്ചു, അത് രണ്ടായിട്ട് കീറി മുറിയപ്പെട്ടു, പാറകൾ തകർക്കപ്പെട്ടു, ഭൂകമ്പങ്ങൾ ഉണ്ടായി, ഭൂചലനങ്ങൾ ഉണ്ടായി. പ്രൈസ് ദി ലോർഡ് തിരശ്ശീല രണ്ടായി കീറിപ്പോയി. അപ്പോൾ ക്രൂശിച്ചവർ അവിടെ നിന്ന് പറഞ്ഞു, അയ്യോ നമുക്ക് അബദ്ധം പറ്റിപ്പോയി. പ്രൈസ് ദി ലോർഡ് കഴിഞ്ഞ നിമിഷം വരെ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞവൻ കഴിഞ്ഞ നിമിഷം വരെ ഉടുതുണിയില്ലാതെ നമ്മൾ കൊടുത്ത അടികൾ വാങ്ങിച്ച് ക്രൂശിൽ കിടന്നവൻ ശരീരം മുഴുവനും ഉടവുചാല് പോലെ തകർക്കപ്പെട്ട് ഒരു കണ്ണ് ഇളകി തൂങ്ങിക്കിടന്നു എന്നാ പറയുന്നത്. ഒരു മരത്തടിയെടുത്ത് പൊക്കി നടക്കാൻ വയ്യാതെ ക്ഷീണിച്ചവൻ, പക്ഷെ അവന്റെ മരണം കണ്ട് അവനെ ക്രൂശിച്ചവർ വിളിച്ചു പറയുകയാണ്, ഇവൻ സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനായിരുന്നു. നിന്നെ നോക്കി ലോകം പറയാൻ പോവുക, ഇന്ന് നിനക്ക് വാടക കൊടുക്കാൻ പൈസയില്ല, ഇന്ന് നിനക്ക് ലോൺ അടയ്ക്കാൻ പൈസയില്ല, ഇന്ന് നിനക്ക് സ്വന്തമായി വീടില്ല,
ഇന്ന് നിനക്ക് സ്വന്തമായി ജോലിയില്ല. ഇന്ന് പല മേഖലകളിൽ നീ പരാജയപ്പെട്ടവനാ, നീ തകർക്കപ്പെട്ടവനാ, മുറിവേറ്റവനാ. എന്നാൽ നാളെ ലോകം മുഴുവനും സകല കണ്ണും വിളിച്ചു പറയും, നീ ജയാളി, നീ ജയിച്ചവൻ. നീ ജയാളി എന്ന് പറയും. നിന്നെ നോക്കി പറയും, നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവൻ. നീ പരാജയപ്പെട്ടവനല്ല. നിന്റെ തെരഞ്ഞെടുപ്പ് ഏറ്റവും നല്ലതായിരുന്നുവെന്ന് നാളെ ലോകം നിന്നെ നോക്കി പറയാൻ പോവുക. ഹല്ലേലൂയ ജീസസ്. നീ ജയാളിയാണെന്ന് പറയാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. നീ നിന്റെ തെരഞ്ഞെടുപ്പ് നല്ലതായിരുന്നെന്ന് അവരുടെ മുമ്പിൽ സകല മുട്ടും മടങ്ങും, സകല നാവും യേശുവിനെ രക്ഷിതാവായി പറയും. സകല മനുഷ്യരും നിന്നെ കുത്തിയമെങ്കിലേക്ക് നോക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുവെങ്കിൽ, ദൈവത്തിന്റെ പൈതലേ, ഇന്നത്തെ നിന്റെ തെരഞ്ഞെടുപ്പ് നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത് കൊണ്ട് നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം നാളെ അത് 1000 മടങ്ങ് നന്മയ്ക്കായി കൂടി വ്യാപരിക്കാൻ പോവുകയാണ്. ഇന്നത്തെ നിന്റെ വേദനകൾ, ഇന്നത്തെ നിന്റെ തകർച്ചകൾ, ഇന്നത്തെ നിന്റെ കണ്ണുനീരുകൾ, ഇന്നത്തെ നിന്റെ മുറിവുകൾ, ഇന്നത്തെ നിന്റെ ഒറ്റപ്പെടുകലുകൾ, ഇത് നാളെ 1000 മടങ്ങ് സൂര്യനെ പോലെ നീ ശോഭിച്ച് തേജോമയനായ ദൈവത്തിന്റെ കൂടെ വാഴാൻ ദൈവത്തിനെ വിളിച്ചിരിക്കുക. ഹല്ലേലൂയ. എന്നാൽ ഞാനും നീയും ഒരു സ്വന്തമായി വീടില്ലാതെ കിടക്കുമ്പോൾ, ഒറ്റപ്പെട്ടവരായി നടക്കുമ്പോൾ, പ്രസംഗിക്കുകയും ശുശ്രൂഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എന്നെ നിന്നെ നോക്കി പ്രസംഗിക്കുന്നവനെ കണ്ടവന്റെ ജീവിതം കണ്ടോ? അവനൊന്നുമില്ല. യേശുവിന് ഒന്നുമില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പാമ്പുകൾക്ക് മാള ഉണ്ടായിരുന്നു, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ലായിരുന്നു. എന്തിനു വേണ്ടിയാ? എനിക്കും നിനക്കും വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ദരിദ്രനായി വന്നത് എനിക്കും നിനക്കും വേണ്ടി. പ്രൈസ്. അവൻ ക്രൂശിൽ അടിപ്പിണരുകൾ ഏറ്റത് എന്റെയും നിന്റെയും രോഗത്തിന്റെ സൗഖ്യത്തിനായി. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവന് നഷ്ടപ്പെട്ടത് നമുക്കൊരു ജയമായി മാറി. അവന്റെ നഷ്ടങ്ങൾ, അവന്റെ വേദനകൾ, അവന്റെ തകർച്ചകൾ, അവന്റെ മുറിവുകൾ, അവന്റെ മരണം നമുക്ക് ജീവനായി വ്യാപരിച്ചു. പ്രൈസ് ദി ലോർഡ്. നാളെ ഞാനും നീയും ആയിരങ്ങൾ, 10,000, കോടിക്കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ അന്ത്യന്യായ വിധിക്കായി നമ്മൾ നിൽക്കുമ്പോൾ, ഇന്ന് എന്നെയും നിന്നെയും നോക്കി ഭോഷൻ. ഹല്ലേലൂയ. നമ്മളൊക്കെ പ്രസംഗിക്കുമ്പോഴും ശുശ്രൂഷിക്കുമ്പോഴും ചില ചെറുപ്പക്കാര് പയ്യന്മാരൊക്കെ വന്ന ഇങ്ങനെ അവിടെയൊക്കെ ഇരുന്ന് ചിരിക്കും, പരസ്പരം തോണ്ടി ചിരിക്കും. ഹല്ലേലൂയ. ചിലർ കളിയാക്കും, ചിലർ പറയും മെന്റലാണ്, പ്രൈസ് ദി ലോർഡ്. ചിലർ പറയും പിന്നെ ഭ്രാന്തന്മാരാണ്, ചിലരിങ്ങനെ കൈ കാണിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്നെ നോക്കി നാളെ നാട്ടുകാർ ഇതുപോലെ കൈ കാണിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ഇങ്ങനെ കൈ കാണിച്ചെങ്കിൽ നിന്നെ നോക്കി ആയിരങ്ങൾ കൈ കാണിക്കാൻ പോവുക. യവന്റെ സ്ഥിതി ഇങ്ങനെ ആയല്ലോ, നീ ഓടെ കിടക്കാൻ പോവുക. പക്ഷേ ഇന്ന് ഓടെ കിടക്കുന്ന ഭ്രാന്തന്മാരെന്ന് പറഞ്ഞ് നീ കളിയാക്കുന്ന അഭിഷിക്തന്മാർ ലോക രാജ്യങ്ങളിൽ മാത്രമല്ല, യേശുവിന്റെ വരവിൽ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുമ്പോൾ നീ ലജ്ജിച്ചു പോകാൻ പോയ. നശിച്ചു പോകുന്നവർക്ക് ദൈവത്തിന്റെ വചനം അത് ഭോക്ഷത്വമാണ്. രക്ഷിക്കപ്പെടാനുള്ളവർക്ക് ദൈവത്തിന്റെ വചനം അതൊരു ശക്തിയാണ്. ഘോഷന്മാരും മിണ്ടാതിരിക്കും, അനങ്ങത്തില്ല. നശിക്കാൻ പോണ യൂദയുടെ ആൾക്കാര്. പക്ഷേ ഇതിനകത്ത് ആത്മാവിൽ ജീവിക്കുന്ന ചിലരുണ്ട്. ഇന്ന് ഈ കൂട്ടത്തിനകത്ത് ഇരിക്കുന്ന ചിലരുണ്ട്. നീ ജീവിക്കാൻ പോവുക, നീ നിത്യമായി ജീവിക്കാൻ പോവുക, നീ ദൈവശക്തി പ്രാപിക്കാൻ പോവുക, നീ നക്ഷത്രങ്ങളെ പോലെ ആകാശത്ത് നിലനിൽക്കാൻ പോവുക. കാരണം നീ നശിക്കുന്നവനല്ല, നീ ഭോഷനല്ല. നീ ബുദ്ധിമാനാ. ദൈവത്തെ അറിയുന്നവൻ ബുദ്ധിമാൻ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവൻ ബുദ്ധിമാൻ, ദൈവത്തെ ആരാധിക്കുന്നവൻ ബുദ്ധിമാൻ, ഈ അഭിഷേകത്തോട് പ്രതികരിക്കുന്നവൻ ബുദ്ധിമാൻ, വചനം അനുസരിക്കുന്നവൻ ബുദ്ധിമാൻ, അവൻ വീണ്ടെടുക്കപ്പെട്ടവൻ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞങ്ങൾക്ക് ഒരിക്കൽ ഈ ബുദ്ധി ഇല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. വീട്ടിൽ കയറി വന്ന പാഷന്മാരെയും ക്രിസ്ത്യാനികളെ മുഴുവൻ ഭാരതത്തിൽ നിന്ന് തുടച്ചു നീക്കി ഹിന്ദു രാജ്യമാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളാണ് ബുദ്ധിമാന്മാരെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ പറയുന്നവനെ അടി കൊടുത്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളാ ബുദ്ധിമാന്മാർ, ഞങ്ങളാ ശക്തന്മാരാണെന്ന്. ചർച്ചുകളെ അടിച്ച് തകർത്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളാണ് ബുദ്ധിമാന്മാർ, ശക്തന്മാരെന്ന്. പക്ഷെ ഇന്ന് ഞങ്ങൾക്കറിയാം, ഹല്ലേലൂയ, സ്തോത്രം, അവരല്ല. ഈ അടിച്ചവരും തകർത്തവരും കൊന്നവരും നെഞ്ചു പിരിച്ച് നടന്നവരും വില്ലന്മാർ, റൗഡികളെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളായ പാവപ്പെട്ട അഭിഷിക്തന്മാരെ ഉപദ്രവിക്കുന്നവരല്ല ബുദ്ധിമാന്മാര്. പ്രൈസ് ദി ലോർഡ്. ആ കഷ്ടതയുടെ നടുവിലും തിരിച്ച് പ്രതികരിക്കാൻ ശക്തിയുണ്ടെങ്കിലും അത് ക്ഷമിച്ച് പുറത്ത് യേശുവിന്റെ നാമത്തിൽ സ്നേഹിച്ച് ഹല്ലേലൂയ ക്ഷമിക്കുന്നവനാണ് ശക്തൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ക്ഷമിക്കുന്നവനാണ് ശക്തൻ. സ്നേഹിക്കുന്നവനാണ് ശക്തൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൊറുക്കുന്നവനാണ് ശക്തൻ. ഹല്ലേലൂയ. ദൈവമക്കളെ അഭിഷേകം പ്രാപിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ യേശുവിന്റെ ക്രൂശ് മരണം എല്ലാവരും പറഞ്ഞു, കൂടി നിന്നവർ പറഞ്ഞു പാവം 3-3.5 വർഷക്കാലം കുറേ പിന്നെ ശിഷ്യന്മാരെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പാരാ നടന്നവൻ. കിടക്കുന്ന കിടപ്പ് കണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമ്മളെ നോക്കി പറയാം നടക്കുന്ന നടപ്പ് കണ്ടോ? ജോലിക്കും കൂലിക്കൊന്നും പൊയ്ക്കൂടെ? ബൈബിൾ കൊടുത്തുകൊണ്ട് ഇറങ്ങും. ഹല്ലേലൂയ. നിന്നെക്കാരും നല്ല ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന നമ്മളും. ഹല്ലേലൂയ. നിങ്ങളെക്കാരും പണം ഉണ്ടാക്കാനുള്ള എല്ലാ മാർഗവും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു, ഞങ്ങൾക്ക് അറിയാമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ ഞങ്ങൾക്കൊന്ന് മനസ്സിലായി, അതൊന്നും അല്ല കഴിവ്, അതൊന്നും അല്ല ബുദ്ധി. അതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ഒന്നുമില്ലാത്തവരെ പോലെ ജീവിച്ചു. പക്ഷെ ഇന്ന് അതൊന്നും ഇല്ലെങ്കിൽ ഇന്ന് എല്ലാം ഉള്ളവരെ പോലെ നമ്മൾ ജീവിക്കും. ഹല്ലേലൂയ. 8 മണിക്കൂറും 12 മണിക്കൂറും രാപകലില്ലാതെ പല കമ്പനികളും മെട്രോ കമ്പനികളും ജോലി ചെയ്ത് 1,50,000 കൊണ്ട് വരുന്നവന് അടുത്ത ദിവസം നോക്കുമ്പോൾ കയ്യിൽ പൈസ ഇല്ലാതെ വായും തുറന്ന് നിൽക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഒരു സ്ഥിര വരുമാനം ഇല്ലാതെയാണെങ്കിലും ഈ ഭൂമിയിലുള്ള കമ്പനികളുടെ നിന്നും പണം വാങ്ങിക്കാതെ സ്വർഗീയ കമ്പനികളാൽ നടത്തപ്പെടുന്നവന് പ്രൈസ് സൂപ്പർ നാച്ചുറൽ ആയ പ്രൊവിഷൻ കൊടുക്കുന്ന ദൈവത്തിന്റെ മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എണ്ണിച്ചുട്ട അപ്പം പോലെ നീ അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിലല്ല ഇന്ന് പകല് ദൈവരാജ്യത്തിനകത്ത് നീ കയറിയാൽ നീ സൂപ്പർ നാച്ചുറലായി ജീവിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. നീ സൂപ്പർ നാച്ചുറലായി ജീവിക്കാൻ തുടങ്ങും. നിന്റെ വരവിലല്ല, ദൈവം നമുക്കായി തുറന്നു തരുന്ന ആകാശത്തിലെ കിളിവാതിലുകളെ തുറന്ന് നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ട്, ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനി ഇന്ന് വരെ നഷ്ടത്തിൽ ഓടിയിട്ടില്ല. അത് എന്നും ഇന്നും ഇനിയും അത് ലാഭത്തിലാവാൻ പോകുന്നത്. ഒരിക്കലും പൂട്ടാത്തൊരു കമ്പനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഒരിക്കലും പൂട്ടാത്തൊരു കമ്പനി, ഒരിക്കലും നഷ്ടമാകാത്തൊരു കമ്പനി. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും തകരാത്തൊരു കമ്പനി, ഒരിക്കലും സിഇഒമാര് മാറാത്തൊരു കമ്പനി, ഒരിക്കലും പൂട്ടപ്പെടാൻ ചാൻസേ ഇല്ലാത്തൊരു കമ്പനി. അതിനകത്ത് ജോലിക്ക് കയറിക്കോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ആ ആള് വിളിക്കുമ്പോ പറയും, ഞാൻ നരയ്ക്കുവോളം നിന്നെ ചുമക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. 10, 55, 60, 65 വയസ്സാകുമ്പോ ഇവിടെയുള്ള കമ്പനിക്കാരൻ നിന്നെ കാലുമടക്കി അടിക്കും. പോയില്ലെങ്കിൽ വീൽ ചെയറിനകത്ത് ഇരുത്തി നിന്നെ കൊണ്ട് വീട്ടിലാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ ഇത് ആ കമ്പനി അല്ല. നീ നരയ്ക്കുവോളം നിന്നെ ചുമക്കുമെന്ന് മാത്രമല്ല, നിന്റെ കുഴി വരെ മാത്രം നിന്റെ ഭാര്യയും മക്കളും ഇന്ന് ഐ ലവ് യു ഹണി ഡോട്ടർ എന്നൊക്കെ പറഞ്ഞ് പല പേര് വിളിച്ചോണ്ടിരിക്കുന്നവരെല്ലാം നിന്റെ മരണത്തിന് കുഴിക്കരയിൽ വന്ന് ടാറ്റ ബൈ ബൈ ഹണി എന്ന് പറഞ്ഞ് തിരിച്ചു പോകും, വേറെ ആളിനെ ഹണി എന്ന് വിളിക്കാൻ. പക്ഷേ ഹല്ലേലൂയ, ഈ വ്യക്തി കുഴിക്കരക്കകത്ത് ഇറങ്ങി വന്ന് ശവക്കുഴിക്കകത്തു നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന് നിന്നെ നിത്യതയിലിരുത്തുന്ന ഒരു ദൈവം. ഹല്ലേലൂയ, ജീസസ്. ഹല്ലേലൂയ. യെസ്. പണ്ടുള്ള ആൾക്കാര് പറയുന്ന ഒരു കാര്യമുണ്ട്, പിടിക്കുന്നെങ്കിൽ പുളിങ്കമ്പി പിടിക്കണം, അല്ലേ? പിടിക്കുന്നെങ്കിൽ
ആ, അതാണ് ബുദ്ധിമാന്മാര്. പ്രൈസ് ദി ലോർഡ്. ചില ആൾക്കാർ മരത്തിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് അവൻ ഇരിക്കുന്ന കൊമ്പ് വെട്ടും. അങ്ങനെയുള്ള മണ്ടന്മാരും ഉണ്ട്. അവൻ അറിയില്ല അവന്റെ കയ്യിൽ ഇരിക്കുന്ന കോടാലിയാണ് വലിയ സംഭവം എന്ന് വിചാരിക്കും. ഹല്ലേലൂയ. അവൻ വെട്ടിക്കൊണ്ടേ ഇരിക്കും, അവന്റെ കാര്യത്തിന് തീരുമാനമാവും. പക്ഷേ പിടിക്കുന്നെങ്കിൽ നീ ബുദ്ധിമാനാണെങ്കിൽ പുളിന്തമ്പി പിടിക്കണം. അതാണ് നസ്രായനായ യേശു എന്ന നാമം. അതിലൊരു പിടി പിടിച്ചാൽ പ്രൈസ് ദി ലോർഡ്, ലോകത്തൊരു മനുഷ്യനും വചനം പറഞ്ഞ് എന്റെ കരങ്ങളിൽ നിന്നും നിന്നെ ആരും എടുത്തുകൊണ്ട് പോകത്തില്ല. ഒരു ശക്തിക്കും 7 നക്ഷത്രങ്ങളെ വലങ്കയിൽ പിടിച്ചിരിക്കുന്ന എന്റെ യേശുവിന്റെ കരങ്ങളിൽ നിന്ന് നിന്നെ തകർക്കാൻ, നിന്നെ നശിപ്പിക്കാൻ ലോകത്തൊരു ശക്തിക്കും പറ്റത്തില്ല. അവൻ വരാൻ പോയ അവനെ വരവ് ഏറ്റവും അടുത്തായിരിക്കുക. എത്ര പേർ ഇതിനകത്ത് ഒരുങ്ങിയിട്ടുണ്ട്? എന്ന് എത്ര പേർ ഒരുങ്ങിയിട്ടുണ്ട്? പോകുന്നത് വെറുതെ അല്ല, വാഴാൻ. ഇതുവരെ നീ തകർന്നവനായി ജീവിച്ചെങ്കിൽ നീ ഇനി പോകാൻ പോകുന്ന വാഴാനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാജാവ് വരും. പ്രൈസ് ദി ലോർഡ്. വാഴാൻ വേണ്ടി വിളിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വരെ ഇവിടെ പലരും നമ്മളെ വാണു. പക്ഷേ നമ്മൾ അങ്ങോട്ട് 1000 ആണ്ട് വാഴ്ചക്കാലത്ത് ഒരു വാഴ്ചയുണ്ട് നമുക്ക്. ഹല്ലേലൂയ. ഭൂമിയില് ഞാനും നീയും ആയിരുന്ന ഇതേ സ്ഥലത്ത് യേശുവിന്റെ നാമത്തിൽ ജാതികളെ വാഴാൻ ഇന്നത്തെ ഇവിടത്തെ രാജാക്കന്മാർ നാളെ നമ്മുടെ കാൽ കീഴിൽ വരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എന്നെ നിന്നെ നിന്ദിക്കുന്ന, പൂജിക്കുന്ന, കയ്യടിക്കാര്, പെന്തക്കോസുകാരെന്ന് പറഞ്ഞ് കളിയാക്കുന്ന സകലവനെയും വാഴാൻ എന്റെ ദൈവം നിന്നെ വീണ്ടും ഇവിടെ മടക്കി കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ഒരു വാഴ്ചയുണ്ട്. അടുത്തൊരു കരം കൊടുത്ത് പറയും, ഒരു വാഴ്ചയുണ്ടെന്ന് പറ. ഒരു വാഴ്ചയുണ്ട്. പറ, പ്രവചിക്ക. നീ രാജാവാണെന്ന് പറ. നീ രാജാവാണ് സഹോദര, രാജാവാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മള് ഒരിക്കലും നമ്മളെ ഡീഗ്രേഡ് ചെയ്യരുത്, നമ്മളെ തന്നെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്ത് ചെയ്യരുത്? പ്രൈസ് ദി ലോർഡ്. നമ്മളെ തന്നെ ഡീഗ്രേഡ് ചെയ്യാൻ ആരെ അനുവദിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കള്, പാഷന്മാര്, ശുശ്രൂഷ, ജോലി കൂലി ഇല്ലാത്തവര്, അവന്റെ ജോലി പ്രാർത്ഥിച്ചങ്ങ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അവന്റെ ഇതങ്ങ് ഉരുകി അങ്ങ് പോകും, അവന്റെ നീളം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നീ പ്രാർത്ഥിച്ചാലേ വാതിൽ തുറക്കും. നീ പ്രാർത്ഥിച്ചാലേ വാതിൽ അടയും. വാതിൽ തുറക്കാനും നിനക്ക് പറ്റും, വാതിൽ അടയ്ക്കാനും പറ്റും. അതാ ദൈവത്തിന്റെ ജനത്തിന്റെ പ്രത്യേകത. പ്രൈസ് ദി ലോർഡ്. ഏലിയാവ് ഒരു നാളിൽ ചെന്ന് ആഹാബിനോട് പറഞ്ഞു, ആഹാബേ, നീ കല്യാണം കഴിച്ചുകൊണ്ട് ഒരു ഭൂതത്തെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ഇസബേല്. ഹല്ലേലൂയ. മന്ത്രവാദിയുടെ മോള്. അവളുടെ ദൈവങ്ങളാണ് ഇപ്പൊ ഇസ്രായേലിനെ ഭരിക്കുന്നത്. അവളുടെ ദൈവങ്ങളുടെ പേരാണ് മഴ പെയ്യിപ്പിക്കുന്ന ദൈവങ്ങൾ. ആ ഇസ്രായേൽ ജനത്തിനോട് ആഹാബും ഭാര്യയായ ഇസബേലും പറയുകയാണ്, ഈ ദൈവങ്ങളെയെല്ലാം പൂജിച്ചാൽ മാത്രമേ നമുക്ക് മഴ കിട്ടൂ, കൃഷി നടത്താൻ പറ്റൂ, വെള്ളം കിട്ടൂ. അതുകൊണ്ട് നിങ്ങൾ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പുറകെ നടക്കാതെ എന്റെ ദൈവത്തെ ആരാധിക്കുക. കെട്ടേണ്ടവളെ കെട്ടണം, ദൈവത്തിനെ അറിയുന്നവളെ കല്യാണം കഴിക്കണം. ആഹാബ് ഇസ്രായേലിന്റെ രാജാവ് പോയ വഴിക്ക് അപ്പുറത്തെ രാജ്യത്ത് കയറിയപ്പോൾ ഒരു ദുർമന്ത്രവാദിനി അവിടെ ഇരിക്കുന്നു. അവളുടെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ച് അവൻ കെട്ടിക്കൊണ്ടു പോന്നതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവളെ കൂടെ അവൾ അപ്പൻ കൊടുത്തയച്ച കുറെ വിഗ്രഹങ്ങളും പുരോഹിതന്മാരും അവളെ കൂടെ പോകുന്നു. സ്ത്രീധനമായി കിട്ടിയത് സ്വർണവും വെള്ളിയും അല്ല, കുറെ മന്ത്രവാദികളെയും കുറെ ആഭിചാരകന്മാരെയും കുറെ ദുർഭൂതങ്ങളെയും കൂടെ സ്ത്രീധനമായിട്ടും കൊടുത്തു. ഹല്ലേലൂയ. ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് ഇസ്രായേലിൽ വന്ന രാജസിംഹാസനത്തിൽ കയറിയിരുന്ന ആഹാബിനോട് പറഞ്ഞു, ഞാൻ ഇന്ന് ഇവിടെ ഇരുന്നോളാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ വെറുതെ നാടൊക്കെ ചുറ്റി കറങ്ങിയിട്ട് വാ, ഞാൻ ഭരിച്ചോളാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അങ്ങനെ ആഹാബിന് അവിടെ ഇരിക്കാൻ പറ്റാതായി. കാരണം പവറുള്ള, അധികാരമുള്ള, പൈശാചിക ശക്തിയുള്ള ഇസബേലിയ സ്ത്രീ, അവളുടെ മുമ്പിൽ നിൽക്കാനുള്ള കപ്പാസിറ്റി അവനില്ലാതായി പോയി. പ്രൈസ് ദി ലോർഡ്. ഇവൻ ഇങ്ങനെ പറയുന്ന രാജാവാണ്, പക്ഷെ രാവിലെ വീട്ടിനകത്ത് ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ. ഈ സ്ത്രീ പറയും, എന്തിനാ ഇവിടെ കിടന്ന് കറങ്ങുന്നത്, ഓർഡറാന്ന് പറയും വെളിയിൽ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കണ്ടുപോലെ ഇവിടെ ഒന്ന് കറങ്ങിയിട്ട് വൈകുന്നേരം കൂടെ വാ, വൈകുന്നേരം എങ്ങാനും കയറി വാ. അങ്ങനെ ആഹാബ് ചുറ്റാൻ നടക്കും.
ആഹാവിന് വീട്ടിൽ കയറി ഇരിക്കാൻ വയ്യ, നയിക്കാൻ വയ്യ. വീട്ടിൽ പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരി സ്വസ്ഥത കൊടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നടക്കുമ്പോഴാണ് ഏലിയാവ് എന്ന് പറയുന്ന ആത്മശക്തിയുള്ള പ്രാർത്ഥനാ മനുഷ്യൻ ഇസ്രായേലിന്റെ പ്രവാചകനെ കണ്ടുമുട്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില കണ്ടുമുട്ടലുകൾ നിന്റെ കുടുംബം തകർക്കുന്ന ചില ഇസ്രായേലിയ ശക്തികളുടെ അടിവേര് തകർക്കാനുള്ള ചില കണ്ടുമുട്ടൽ, നിന്റെ കുടുംബത്തെയും രാജ്യത്തെയും നിന്റെ ജനത്തെയും തകർത്ത് കളയുന്ന, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ചില ഇസ്രായേലിയ മന്ത്രവാദ ശക്തികളുടെ അവസാനം കുറിക്കാൻ ചില പ്രവാചകന്മാരുമായി നീ കണ്ടുമുട്ടും. പ്രവാചകന്മാരെ കാണുമ്പോൾ ചിലവന്റെയൊക്കെ മുഖം അങ്ങ് മാറും. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മളെ കാണുമ്പോൾ ചില ആൾക്കാർക്ക് മുഖത്ത് നോക്കാൻ വയ്യ, ഫ്രണ്ട് ഇരിക്കാൻ വയ്യ. നമ്മളെ കാണുമ്പോൾ ഒരു ഇറിറ്റേഷൻ, അപ്പഴേ പോകണം അവന്റെ അകത്ത് ഇരിക്കാൻ നല്ല സൂപ്പർ സംഭവം ഇരുമ്പുണ്ട്. ഹല്ലേലൂയ. അകത്ത് സംഭവം ഉള്ളവനാണ്. അഭിഷിക്തന്മാരെ കാണുമ്പോൾ ഒരു അസ്വസ്ഥത, മുഖത്ത് നോക്കാൻ ഒരു പേടി. പെണ്ണുങ്ങളെ പോലെ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ അവന്റെ മുഖത്ത് നോക്കുമ്പോൾ അവൻ പെണ്ണുങ്ങളെ പോലെ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കും. പ്രൈസനോ കുറച്ചു നേരം ഒരു അസ്വസ്ഥത, ഇരിക്കാൻ വയ്യ. പ്രൈസനോ സംസാരിക്കാൻ വയ്യ, ചിരിക്കാൻ വയ്യ, കൈ കൊടുക്കാൻ വയ്യ, ആകെ ഒരു അസ്വസ്ഥത. അകത്തിരിക്കുന്ന സൂപ്പർ സംഭവം. ഹല്ലേലൂയ. ഏലിയാവിനെ കണ്ടപ്പോ തന്നെ ആഹാവിന് അസ്വസ്ഥമായി. ഏലിയാവിന്റെ പേര് കേട്ടപ്പോഴേ ഇസ്രായേലിനെ ആകെ കൊണ്ട് ഇളകി. പനിയും തുള്ളപ്പനിയും എല്ലാം വന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ.